മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികളുടെ അപകടയാത്ര. തെലങ്കാനയിൽ നിന്നെത്തിയ സഞ്ചാരികളാണ് വാഹനത്തിൽ അത്യന്തം അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. ഓടുന്ന കാറിന് മുകളിൽ കയറിയായിരുന്നു അപകടയാത്ര. വിനീഷ് ആന്റണിയുണ്ട്. വിനീഷ്, എന്തായാലും വീണ്ടും മൂന്നാറിൽ ഒരു അപകടയാത്ര നടത്തിയിരിക്കുകയാണ്. വിനോദസഞ്ചാരികളാണ് ഈ ഒരു അപകടയാത്ര നടത്തിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? അധികൃതരുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അരുണിമ, ഇത് തീർച്ചയായിട്ടും അപകട യാത്രയ്ക്ക് അധികം പറയേണ്ടത് അപകടം ക്ഷണിച്ചു വരുത്തിക്കാണെന്ന് പറയാം. നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ അപകട യാത്ര ഈ വാഹനത്തിന്റെ ജനാലകളിൽ ഇരുന്ന് യാത്ര നടത്തുക പോലും ഇത് ഈ ജനാലയിൽ കയറി ശരീരം പുറത്തെടുത്ത ശേഷം വീണ്ടും വാഹനത്തിന്റെ മുകളിലേക്ക് അമിത വേഗത്തിൽ പോകുന്ന വാഹനത്തിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഈ ദൃശ്യങ്ങൾ വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. അപകട സാധ്യത വിളിച്ച് വരുത്തുകയാണെന്ന് വേണം പറയാൻ. ഏതായാലും ഇത് ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഈ ദൃശ്യങ്ങൾ സമീപത്തെ ഒരാളാണ് പകർത്തി ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. ഏതായാലും ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പോലീസും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും എല്ലാം തന്നെ സംയുക്തമായി ഈ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ നിയമലംഘനങ്ങൾ തുടരുന്നത് എന്ന് വേണം പറയാൻ. ഇത്തരത്തിലുള്ള ഒരു അപകട യാത്രക്കെതിരെ ഇവർക്ക് ഈ വാഹനത്തിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. വീണ്ടും മൂന്നാറിൽ ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ അപകടയാത്ര നടത്തിയിരിക്കുകയാണ്. കർശന നടപടികൾ സ്വീകരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അപകടയാത്ര ഉണ്ടായിരിക്കുന്നതിന് വിവരം ലഭിക്കുന്നത്. എന്തായാലും അത്യന്തം അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തതിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.